നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയുമായ മമതാ ബാനർജിക്ക് ഒരു പരിക്ക് പറ്റിയത്. ആ പരിക്കിനെ പറ്റി സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പരിഹാസം ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിക്കേറ്റ മമതാ ബാനർജിയെ പരിഹസിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ശിശിർ അധികാരി രംഗത്തെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് സഹതാപം നേടാനുള്ള ബാനർജിയുടെ ശ്രമമാണ് ഇത് എന്നായിരുന്നു കാന്തിയിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ MP ആയ ശിശിർ അധികാരി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും മമതാ ബാനർജിക്ക് പരിക്കേൽക്കാറുണ്ട് എന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബംഗാൾ ഇത് കണ്ടതാണ് എന്നും ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പരിക്കേറ്റ ശേഷം അവർ വീൽ ചെയറിൽ വന്ന് പ്രചരണം നടത്തുന്ന കാഴ്ച സഹതാപ വോട്ടിന് വേണ്ടി മാത്രമാണ് എന്നുമായിരുന്നു ശിശിർ അധികാരിയുടെ പരാമർശം. ഞായറാഴ്ച അദ്ദേഹത്തിന്റെ ഇളയ മകനായ സൗമേന്ദു അധികാരിയെ പിന്തുണച്ചുകൊണ്ട് രാംഗൾ നിയമസഭയിലെ കാളിന്തി മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് യോഗത്തിനിടയിലാണ് ശിശിർ അധികാരി ഇക്കാര്യം പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ശിശിർ അധികാരി BJP നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരിയുടെ പിതാവാണ് എന്നതാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം മമതാ ബാനർജിയുടെ ഈ ഒരു പരിക്കിനെ പറ്റി വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മമതാ ബാനർജിക്ക് ഇത്തരത്തിലുള്ള പരിക്കുകൾ പറ്റുന്നത് എന്നതായിരുന്നു ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം മമതാ ബാനർജി വീണ്ടും സജീവമായി തന്നെ പ്രചരണ രംഗത്തുൾപ്പെടെ ഇറങ്ങിയിട്ടുണ്ട്. അവർ ആ തലയിൽ ഒരു പരിക്ക് വെച്ച് കെട്ടി അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സഹതാപമുണ്ട്. ഇതിനെ വോട്ടാക്കി മാറ്റുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് തന്നെയാണ് ബംഗാളിൽ നിന്ന് ഉൾപ്പെടെ ഉയരുന്ന വിമർശനം. എന്തായാലും സ്വന്തം MP തന്നെ മമതാ ബാനർജിയുടെ പരിക്കിനെ പറ്റി ആണ് ഇപ്പോൾ പരിഹാസ രൂപേണ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.